സ്വദേശി മെബീഷ് കൈവച്ചാൽ സകല വമ്പന്മാരും കുഞ്ഞന്മാരാകും. ടൈൽ പണിക്കാരനായിരുന്ന ഈ 40-കാരൻ സ്വയം പഠിച്ചെടുത്ത മിനിയേച്ചർ നിർമ്മാണ വിദ്യയിലൂടെ ചുണ്ടൻ വള്ളങ്ങൾ മുതൽ പടക്കപ്പലുകൾ വരെയുള്ള ജലയാനങ്ങളുടെ അടക്കം കുഞ്ഞൻ അപരന്മാരെ സൃഷ്ടിക്കുന്നതിൽ പെരുന്തച്ചൻ. 25 വർഷം മുൻപ് വലിയൊരു ഇല്ലത്തിന്റെ മിനിയേച്ചർ ഈർക്കിലിയും തീപ്പെട്ടി കമ്പുകളും കൊണ്ട് നിർമ്മിച്ചായിരുന്നു തുടക്കം. കേടുപാടില്ലാതെ അത് ഇന്നുമുണ്ട്. ടൈലുപണിക്കിടെ പരിക്കേറ്റതിനെ തുടർന്ന് 2 കൊല്ലം മുൻപാണ് ഇതൊരു തൊഴിലായി സ്വീകരിച്ചത്. സഹായികൾ ആരുമില്ല. വീടിനു മുകളിലെ പണിശാലയിലെ കാഴ്ചകൾ കാണാനും സാധനങ്ങൾ വാങ്ങാനും വിദേശികളടക്കം എത്തുന്നുണ്ട്. തീരദേശ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നതിനാൽ ജലയാനങ്ങളോട് പ്രത്യേക താല്പര്യമാണുള്ളത്. എന്തിനേയും മിനിയേച്ചർ ആക്കാമെന്ന് മെബീഷ് കാട്ടിത്തരുന്നു. പണ്ടത്തെ ചായക്കട, KSRTC ബസ്, വായനശാല, പള്ളി, വില്ലീസ് ജീപ്പ് എന്നിങ്ങനെ ചെറുപ്പം മുതൽ മനസ്സിൽ പതിഞ്ഞതിന്റെയൊക്കെ മിനിയേച്ചറുകളുണ്ട്. മെബീഷിന്റെ കരവിരുതുകൾ മിനിയേച്ചറുകളിൽ ഒതുങ്ങുന്നില്ല. ചിത്രരചന, കാപ്പിപ്പൊടി കൊണ്ട് ചിത്രം വരയ്ക്കുന്ന കോഫി ആർട്ട്, കത്തിമുനയും ബ്ലേഡിന്റെ കഷ്ണവും ചായത്തിൽ മുക്കി ചിത്രം വരയ്ക്കുന്ന നൈഫ് ആർട്ട്, കുപ്പിക്കുള്ളിൽ കലാരൂപങ്ങൾ ഒരുക്കുന്ന ബോട്ടിൽ ആർട്ട്, രാജസ്ഥാനി ആർട്ട്, ചിരട്ട കൊണ്ടുള്ള കലാരൂപങ്ങളുടെ നിർമ്മാണം തുടങ്ങിയവയിലും വിദഗ്ധനാണ്. ആദ്യം ഞാനിത് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നേരം പോലെ അങ്ങോട്ട് തുടങ്ങിയതാണ്. അപ്പോൾ വർക്ക് ടൈമിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കുറച്ച് സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ ചെയ്യും. എന്ന് വെച്ചാൽ സമയം നമ്മളൊന്നും കളയില്ലായിരുന്നു. അപ്പം അങ്ങനെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി സാധനങ്ങളായി. അപ്പം അതിനനുസരിച്ച് ഓരോരോ ഈ ക്രാഫ്റ്റ് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോരോ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഇതേപോലെ ഇങ്ങനെ ഒരു ചെറിയൊരു അപകടം പറ്റിയതും അതുപോലെ ഞാൻ കുറച്ചാൾ വർക്കിനൊക്കെ പോകാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടുകാരെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് പ്രൊഫഷണലാക്കി കൂടെയെന്ന്. എനിക്ക് ടൈൽസിൻ്റെ വർക്കായിരുന്നു. എനിക്ക് എത്ര വർഷം മുമ്പ് തുടങ്ങിയത്? അപ്പോൾ ആദ്യത്തെ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 23 വർഷം പഴക്കമുള്ള വർക്ക് വരെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആദ്യമായിട്ട് എന്തായിരുന്നു ചെയ്തത്? ആദ്യം ഞാനൊരു ഈർക്കിലും തീപ്പെട്ടിക്കൊള്ളിയും കൊണ്ട് ചെയ്തൊരു വർക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു ഇല്ലം ചെയ്തായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോരോ സംഭവങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം വന്നു കഴിഞ്ഞപ്പോൾ ഓരോരോ ആർട്ടിസ്റ്റുകളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ തുടങ്ങി. അഭിരുചികൾ കിണങ്ങും വിധം ഇന്റീരിയർ ഒരുക്കുന്നതാണ് ഇപ്പോഴത്തെ കമ്പം. മിതുവാണ് ഭാര്യ. വിദ്യാർത്ഥികളായ സാവിയോ, കാസിയോ എന്നിവരാണ് മക്കൾ. തണൽ മരത്തിന്റെ കാതലിലാണ് ജലയാനങ്ങൾ നിർമ്മിക്കുന്നത്. ഇതിന് ഉറപ്പും ഭാരവും കൂടും. പ്ലൈവുഡിന്റെ കഷ്ണങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. കണ്ണമാലിയിലെ ഏറ്റവും വലിയ മീൻപിടുത്ത വള്ളമായിരുന്ന ജോഷുവയുടെ 2 അടിയിലേറെ നീളമുള്ള മിനിയേച്ചർ, കടൽ കൊള്ളക്കാർ ഉപയോഗിച്ചിരുന്ന കൂറ്റൻ പായ്ക്കപ്പൽ, ചരക്കുകയറ്റുന്ന പായ്ക്കപ്പൽ, പത്തേമാരികൾ തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് ജലയാനങ്ങളുടെ ലോകം. നിലവിൽ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ എല്ലാ സാധനവും ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹൗസ് ഹോൾഡിംഗ് ഇന്റീരിയർ വർക്കുകൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ നെറ്റിപ്പട്ടത്തിൻ്റെ വർക്ക്, അങ്ങനെയുള്ള വാട്ടർ ഫൗണ്ടൈൻ, കപ്പലുകളും വള്ളങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതലൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൂടുതലും തടിയിലാണ് കൂടുതൽ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ പെയിൻറ്റിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്രിലിക് പെയിൻറ്റിങ്, ഓയിൽ പെയിൻറ്റിങ്, വാട്ടർ കളറിങ്, പെൻസിൽ, അങ്ങനെയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ എല്ലാ വർക്കും ഉണ്ട്. കോഫി ആർട്ട്, അങ്ങനെ എല്ലാ വർക്കും തന്നെ ചെയ്യുന്നുണ്ട്. മിനിയേച്ചറുകളുടെ അകം കാഴ്ചകളിലും തനിമകൾ നിലനിർത്തുന്നു. ചായക്കടയിൽ ട്രാൻസിസ്റ്റർ, പലഹാരങ്ങളുടെ ചില്ലലമര, ബെഞ്ച്, മേശ തുടങ്ങിയവയുണ്ട്. KSRTC ബസ്സിലെ കാഴ്ചകൾ 70കളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. സാധാരണക്കാർക്കായി വില കുറച്ചാണ് നൽകുന്നത്. ജലയാനങ്ങൾക്ക് 650 മുതൽ 7000 രൂപ വരെയാണ് വില. 17,000 രൂപ വരുന്ന വലിയ കപ്പലുമുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞാണ് വിദേശികൾ വരുന്നത്. ഓസ്ട്രിയ, UK എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഏറെയും. ഓർഡറുകൾ സ്വീകരിച്ചും നിർമ്മിച്ചു നൽകുന്നുണ്ട്. ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സീസണിലാണ് വിൽപ്പന കൂടുതൽ. സ്വയം പഠിച്ചെടുത്ത കാര്യങ്ങൾ പുതിയ തലമുറയെ പഠിപ്പിക്കണമെന്നുണ്ട്. അഭിരുചിയും ക്ഷമയും പ്രധാനമാണ് എന്ന് മെബീഷ് പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.